ഹേ ഗായ്സ്, അപ്പോൾ ഇത് ഫെബ്രുവരി 11-ാം തീയതി എടുത്ത ഒരു വീഡിയോ ആണ്. എഡിറ്റ് ചെയ്തിട്ടപ്പോൾ ഇപ്പോഴായിപ്പോയി എന്ന് മാത്രം. എൻ്റെ ബർത്ത്ഡേയുടെ അന്നെടുത്ത വീഡിയോ ആട്ടോ ഇത്. രാത്രി 12 മണിയായപ്പോൾ ജിഷ്ണു ചേട്ടനും അജിതമ്മയും കൂടെ എനിക്ക് തന്നൊരു ചെറിയ സർപ്രൈസാണ്. രാത്രി 12 മണിക്ക് കേക്ക് കുറച്ച് ഞാൻ കിടന്ന് ഉറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ജിഷ്ണുവായിട്ട് എന്തൊക്കെയോ പറഞ്ഞ് എന്നെ വിളിച്ച് എഴുന്നേൽപ്പിച്ചതാണ് കാണുന്നത്. അതാണ് ആ കോലം. പിന്നെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ ഹോസ്പിറ്റലിൽ പോകാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ സ്വിഗ്ഗിക്കാരൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു ഓർഡർ ഉണ്ട്, ഇതെവിടെയായിട്ട വീട്. ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ ആളുടെ അടുത്ത്. അത് കഴിഞ്ഞ് ജിഷ്ണു ചേട്ടൻ്റെ ഫോൺ കൊടുത്ത് സംസാരിച്ച് ഇവരെല്ലാവരും കൂടെ ഒരു പ്ലാനിങ് ആയിരുന്നു. ഇത് രേഷ്മ ചേച്ചി എനിക്ക് തന്നൊരു ചെറിയൊരു സർപ്രൈസായിരുന്നു. താങ്ക് യു ചേച്ചി, അടിപൊളി കേക്കായിരുന്നു കേട്ടോ. അത് മുറിച്ച് നമ്മൾ ജസ്റ്റ് ഹോസ്പിറ്റലിലൊക്കെ പോയി തിരിച്ചു വന്നു. ഇത് ഞാൻ ശരിക്കും ഭയങ്കര സർപ്രൈസ്ഡായിപ്പോയി. എനിക്ക് ഇത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് രാത്രി ആയപ്പോഴത്തേക്ക് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അപ്പുചേട്ടനും വൈശാഖേട്ടനും പ്രജിയും പിന്നെ എൻ്റെ വീട്ടിൽ നിന്നും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ 3ാമത്തെ കേക്ക് മുറിക്കാൻ പോവുകയാണ് ഗൈസ്. ഇതാണ് 3ാമത്തെ കേക്ക് വരുന്നത്. അടിപൊളി കേക്ക് തന്നെയായിരുന്നു. ഇത് ജിഷ്ണേട്ടൻ്റെ 2ാമത്തെ സർപ്രൈസാണ്. എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയിട്ട് ഒരു കേക്കും കൂടെ ഞാൻ മുറിച്ചു. എല്ലാവരുടെ സാന്നിധ്യത്തിൽ ഇതാ കേക്ക് മുറിക്കുകയാണ്. പിന്നെ അന്നത്തെ ദിവസം തന്നെ എനിക്ക് വേറൊരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിറ്റേ ദിവസം ഫെബ്രുവരി 12-ാം തീയതി രാവിലെ ഞാൻ തിരിച്ച് പോർച്ചുഗലിലേക്ക് വരുന്നതിൻ്റെ ഒരു സങ്കടമുണ്ട്. എല്ലാവരും അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുക, എന്താ ചെയ്യാന്നുള്ളൊരു ഭയങ്കര കൺഫ്യൂസ്ഡിലായിരുന്നു ഞാൻ. എന്താ സങ്കടമുണ്ട്, പക്ഷേ സങ്കടം മുഖത്ത് കാണിക്കാനും പറ്റുന്നില്ല. സന്തോഷമുണ്ട്, എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു. അടിപൊളി ബിരിയാണിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിച്ചു. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാവരും കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പുചേട്ടൻ എല്ലാവരും കൂടെ പോയി. ഞാൻ പറഞ്ഞു പോവണ്ടെന്ന് പറഞ്ഞിട്ട് അവർ നിന്നില്ല ഗൈസ്, അവർ പോയി.